ഇവിടെ തന്നെ ഉള്ളത് ദിലീപേണ്ട ഇവിടെ തന്നെ ഉണ്ടെങ്കിലും പോകാത്ത ആളല്ല. നല്ല പടമാണ്, വളരെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് ഫാമിലിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന മൂവിയാണ്. ഒരുപാട് സന്തോഷം, നല്ലൊരു തിരിച്ചുവരവെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഇവിടെ തന്നെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നല്ലൊരു ഫീൽ ഗുഡായിട്ട് കാണാൻ സന്തോഷം, ഹാപ്പിയാണ്. പക്ഷേ അത്യാവശ്യം ഈ ക്രൗഡിന്റെ സൗണ്ടിൽ തന്നെ കേൾക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പടമാണെന്നൊരു റിവ്യൂ കേട്ടു തുടങ്ങി. സോ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു റിവ്യൂ കേൾക്കുമ്പോൾ ഫസ്റ്റ് പടത്തിന് തന്നെ ഇത്ര നല്ല റിവ്യൂ കേൾക്കുമെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷം. ആദ്യത്തെ പടമായതുകൊണ്ടും പിന്നെ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഭയങ്കര സന്തോഷം. നല്ല റിവ്യൂസ് കേൾക്കട്ടെ, എല്ലാവരും ഇനിയും അടുത്ത ദിവസങ്ങളിൽ കാണട്ടെ, കണ്ട് അഭിപ്രായങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാം. നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാം. ഈ ഒരു വെക്കേഷൻ ടൈമിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പ്രൊഡക്ഷനിൽ ഇത്രയും നല്ല കാസ്റ്റിലൊക്കെ നമ്മളൊരു പാർട്ടാകാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ഫീൽ ഗുഡ് ഒരു മൂവി. ഇനി അങ്ങോട്ട് ബാക്കി എല്ലാവരും ഓഡിയൻസ് കണ്ടിട്ട് എന്താ പറയുക സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കോമഡി ആക്ഷൻ സോങ് വിനീകുമാറിന് നല്ല ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. നമുക്ക് പഴയ ദിലീപിനെ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയും പടങ്ങൾ. ധൈര്യപൂർവ്വം വന്ന് തിയേറ്ററിൽ കാണുക. കാരണം ഒരു ബോറടി ഇല്ലാത്തത് കഥ, ടേക്കറിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കുറച്ച് കഥാപാത്രങ്ങളുണ്ടെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പടം മൊത്തത്തിൽ ധൈര്യപൂർവ്വം വന്ന് കാണാം. അതെ അതെ, ഫാമിലിക്കും കുട്ടികൾക്ക് ഡോഗ് ലവേഴ്സിനൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. പിന്നെ കോമഡി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ശരിക്കും 2024 കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ നല്ലൊരു ചിത്രം ദിലീപേട്ടൻ്റെ. നടൻ മാത്രമല്ല സംവിധായകനാണെന്ന് തെളിയിച്ചു. പിന്നെ ഒരുപാട് പുതുമുഖ നായികമാരെ സിനിമയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് വേണ്ടി അവരെല്ലാം നല്ല പെർഫോമൻസാണ്. ഇപ്പോൾ ഒരു നായ്ക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് ദിലീപേൻ്റെ കൂടെ. അത് നല്ല മനോഹരമുണ്ട്. ഓരോ സീൻസിന് ഒരു സങ്കടം വരെ സീനുകളാണ്. പിന്നെ പാട്ടാണെങ്കിലും അതിമനോഹരമായ ഗാനങ്ങളാണ്. അരികിലാരെന്ന് പറഞ്ഞൊരു പാട്ട് സൂപ്പർ ഹിറ്റായി, അത് അറിയാലോ. എന്തായാലും നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ഫാമിലി എന്റർടൈനർ, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാവരും കോമ്പിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. നല്ല മൂവിയാണ്. ദിലീപേട്ടർ തിരിച്ചു വരാതാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെയുണ്ട്? കൈൻഡ് ഓഫ് ആയിരിക്കും. നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം. അതേപോലെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടാണ്. ഓരോ ഫ്രെയിമിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ബേസ് നല്ല രീതിയിൽ അഭിനയിക്കുന്നത്. പുതുമ നിറഞ്ഞ വ്യത്യസ്തം നിറഞ്ഞ അഭിനയമാണ് ദിലീപേട്ടൻ്റെ മുഖമുദ്ര. കാരണം ബോറടിപ്പിക്കാണ്ട് ആദ്യം മുതൽ അവസാനം വരെ ചിരി നിർത്തുന്നതാണ് ജനപ്രിയ നായകൻ്റെ കഥാപാത്രമായിട്ടുള്ള പവിത്രൻ എന്ന ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പടം എനിക്കൊരു ആവറേജ് പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോമഡി ഒന്നും അത്ര വർക്കൗട്ട് ആയില്ലെന്ന് ഞാൻ പറയും. കാരണം കുറച്ച് ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. പിന്നെ എടുത്തു പറയേണ്ടതിൽ ദിലീപിൻ്റെ പെർഫോമൻസ് തന്നെ. കാരണം പുള്ളി കുറേ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്ന പടമായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കോമഡി കൂടുതൽ പ്രതീക്ഷിക്കും. പക്ഷേ ആ ഒരു രീതിയിൽ വന്നല്ല, കോമഡി അല്ല, ഇതൊരു സീരിയസ് കഥയായിരുന്നു. ഇത് പിള്ളേരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഫാമിലി യൂത്ത് അങ്ങനെയുള്ളവരുടെ ഈ പടം ഇഷ്ടം. എന്തായാലും തിയേറ്ററിൽ കാണാവുന്നൊരു പടം. ഞാൻ പറഞ്ഞു വില്ലേജ് ദിലീപേട്ടൻ തന്നെയാണ്. വിനീത് കുമാറിൻ്റെ ഡയറക്ഷൻ നല്ലതാണ്. എന്തായാലും ജനപ്രിയനായിട്ട് തിരിച്ചുവരവ് തന്നെയാണ്. അത് ഹിറ്റായിരിക്കും. ഫാമിലി എല്ലാം നന്നായിട്ട് തോന്നും. തിരിച്ചുവരവായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും തോന്നും. പുള്ളി അങ്ങനെ ചെയ്യുന്നുണ്ട്. കോമഡി ആണെങ്കിൽ എല്ലാം ചെയ്യും. പഴയ ഒരു ദിലീപിനെ കാണാം. ഒരു ജനപ്രിയ ഫാമിലിയിൽ കയറാൻ അവിടെ ഹിറ്റായിരിക്കും. പുതിയ നായകന്മാരുടെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ആരാണ് ശരിക്കുള്ള പേര് അവസാനം അറിയുന്നത്? ഒരുപാട് പേരുണ്ട്. എല്ലാം കൂടി നല്ല എൻ്റർടൈനർ ഫാമിലിയിൽ. കരച്ചിലാണോ? ചെറുതായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. കോമഡി ആയിട്ടുള്ള പടം തന്നെയാണ്. എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കൊന്ന് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ ഒരു എന്താ പറയുക ഒരു തൃപ്തി കൊടുക്കുന്നൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ വലിയ വീരവാദങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള നല്ല നിങ്ങൾക്ക് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമിലി സിനിമ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അതാണ് പവി കെയർടേക്കർ. എല്ലാവരും തീർച്ചയായിട്ടും ഈ വെക്കേഷൻ സമയത്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. തീർച്ചയായിട്ടും വരിക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ പ്രേക്ഷകരായിട്ട് നടപ്പഴേ എല്ലാവരും എക്സൈറ്റഡ് ആവും. അതൊന്നും
ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ സിനിമയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി റെസ്പോൺസൊക്കെ നിങ്ങൾ പറയുക. ആസ് എ റൈറ്റർ ഞാൻ ഹാപ്പിയാണ്. അല്ലേ? ഇനി അതല്ലേ പറയാൻ പറ്റും. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഉറപ്പാണ്. ഇനി മാറ്റി പറയരുത്. അല്ല, വെറുതെ ചോദിച്ചാൽ. അപ്പോൾ എല്ലാവരുടെയും റെസ്പോൺസ് കാണുന്നുണ്ട്. ഇനി നമ്മൾ വരട്ടെ. പടം ആളുകൾ കൂടുതൽ പേര് കാണട്ടെ. കണ്ടവരൊക്കെ അഭിപ്രായം പറയും. നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം നമ്മൾ നമ്മുടെ എന്താ പറയുക കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു. അത്രയല്ലേ നമുക്ക് പറ്റൂ, അല്ലേ? ബാക്കിയൊക്കെ ആളുകൾ കാണട്ടെ. അവരൊക്കെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന റെസ്പോൺസസ്. അങ്ങനെയാണ് പലരും വിളിക്കുന്നുണ്ട് ഫോണിൽ. എല്ലാവരും അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. ഗ്രാജുവലി നമുക്ക് ആളുകൾ കൂടുതൽ പേര് കാണട്ടെ.